ആ ആ അമ്മേ പറ. ഇല്ല, ഇന്നലെ വന്നെന്ന് പറഞ്ഞെങ്കിൽ മെസ്സേജ് അയച്ചതുള്ളൂ, ഞാൻ കണ്ടില്ല. ആ കല്യാണക്കാരിയല്ലേ, അതെന്തായാലും ഞാൻ ഏറ്റ്. ഈ വരവിന് എന്തായാലും അത് ഷുവറായിട്ട് നടക്കും, എൻ്റെ ഗ്യാരണ്ടി, ഉറപ്പ്. ആ എടാ നീ പിന്നെയും കെട്ടുവാണോ? ഞാനൊന്നുമല്ല, അർജുനാണ് അവൻ്റെ അമ്മയെ വിളിച്ചത്. ആഹാ, അവൻ്റെ കല്യാണമായോ? എന്നാ തീയതി? ഉറപ്പിക്കണം. ഓഹോ, ഉറപ്പിച്ചില്ലേ? എടാ പെണ്ണെ വിടുന്നടാ. അതും ഉറപ്പിക്കണം. ആയി ശരി, അപ്പോൾ പെണ്ണും ആയിട്ടില്ലേ? എടാ ഇതിപ്പോൾ 2 കൊല്ലായില്ലേ? സത്യത്തിൽ എന്നാ അവൻ്റെ പ്രശ്നം? അവൻ്റെ പ്രശ്നം എവിടെ പോയി? വിളവൊക്കെ കുറവാ. ആ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ആ ക്ലബിലും കടവിലും ഒന്നും കാണാത്തപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവിടെ കാണുമെന്ന്. എടാ സുമേഷ്, ബാംഗ്ലൂർ ഓരോ ദിവസവും ഓഫീസ് മുമ്പേ ആലോചിക്കാറുണ്ട്. ഡേ, നമ്മുടെ ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. നമ്മുടെ നാട്, നമ്മുടെ ക്ലബ്ബ്, നമ്മുടെ ഈ പറമ്പ്, ഇതൊന്നും അവിടെ കിട്ടില്ലടാ. ഇതാ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല, അതൊക്കെ ഈ നാടൊക്കെ വിട്ട് പുറത്തു വന്നവർക്കേ മനസ്സിലാവും. സരസ് ചേച്ചിയുടെ മോള്, ഷിബുച്ചേൻ്റെ ഭാര്യ, അത് കഴിഞ്ഞാൽ തീർന്ന് ഈ നാട്ടിലെ സൗന്ദര്യം. ബാംഗ്ലൂർ അങ്ങനെയാണോ? നീ അയാളുടെ ഭാര്യയൊക്കെ നോക്കാറുണ്ടോ? അത് പിന്നെ പറഞ്ഞു വന്നപ്പോൾ ഒരു ഫ്ലോയ്ക്ക്. ഇത് അയാളറിയണ്ട, നിന്റെ ഫ്ലോ അയാളങ്ങ് തീർക്കും. അതൊക്കെ പോട്ടെ, നീ എന്താ കല്യാണം കഴിക്കാത്ത? അമ്മയാണെങ്കിൽ ദിവസവും വിളിച്ച് ശല്യം. എടാ, ഈ കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യം വല്ലതാണോ? അതല്ല. അതിന് നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? കഴിഞ്ഞതാ, അതുകൊണ്ടല്ലേ പറഞ്ഞത്. അതല്ലേ, ഈ കല്യാണം കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും, അത് കഴിഞ്ഞിട്ട് ജീവിച്ച് കാണിക്കാനാ പാട്. അപ്പം കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം കഷ്ടപ്പെടുന്നത്, മനസ്സിലായോ? ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടാൻ വേണ്ടിയേ അമ്മ നിനക്ക് 2 കൊല്ലം ടൈം തന്നില്ലേ, എന്നിട്ട് ഇപ്പം എന്താ? എടാ, അതിന് എൻ്റെ കോൺസെപ്റ്റിനെ പറ്റിയ ഒരാളെ എനിക്ക് കിട്ടണ്ടേ? അതെൻ്റെ കുഴപ്പമാണോ? എന്തായാലും നിങ്ങൾ പേടിക്കണ്ട, ഇത്തവണത്തെ ഉത്സവത്തിന് എന്തായാലും ഒരു തീരുമാനമാക്കണം. അവിടെ ബാംഗ്ലൂര് അത്രയും പെൺപിള്ളേരുണ്ടായിട്ട് ഈ ഉത്സവം വരേണ്ടി വന്നു നിനക്ക് പെണ്ണ് കിട്ടാൻ. എൻ്റെ കോൺസെപ്റ്റിനെ പറ്റി നിനക്ക് വല്ലതും അറിയാമോ? ആ എന്നാ കേക്ക്. കുറച്ച് ക്രിഞ്ചാണ്, അത് ഞാൻ ഊഹിച്ചായിരുന്നു. കേക്ക്. ബാംഗ്ലൂരുണ്ടല്ലോ, ഇത്ര നീളമുള്ള ഷോർട്സ് ഒക്കെ ഇട്ട് മുടിയൊക്കെ വെട്ടി പച്ചയും മഞ്ഞയും കളറൊക്കെ അടിച്ചിട്ടാണ് ഓരോന്നും എൻ്റെ ഓഫീസിലോട്ട് വരുന്നത്. നമുക്ക് അങ്ങനെയാണ്. നമുക്ക് നല്ല നാടൻ ഡ്രസ്സൊക്കെ ഇട്ട് അമ്പലത്തിലൊക്കെ പോയി ഒരു കുറിയൊക്കെ തൊട്ട് ഒരു നാടൻ കുട്ടി, അത് മതി. നീ ഒരു വിനീത് ശ്രീനിവാസൻ ഫാനാണല്ലേ? വിനീത് ശ്രീനിവാസൻ എന്താടാ കുഴപ്പം? പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ലൈഫിൻ്റെ എൻഡിങ് എപ്പോഴും അങ്ങനെ ഫീൽ ഗുഡ് ആയിരിക്കണമെന്നില്ല. നമുക്ക് നോക്കാടാ, നമുക്കുള്ള നമ്മളെ തേടി വരുമെന്നാണല്ലോ. നിന്റെ അമ്മയാ, വേറെ ആരാ? ഇങ്ങനത്തെ ഞാൻ സംസാരിക്കാം. അമ്മയ്ക്ക് ഈ പറഞ്ഞാൽ മനസ്സിലാവാത്ത എടാ ശരിക്കും അക്കരെ നിന്നൊരു പൂന്തോണി അതിലിക്കരയെത്തിയതാരാണ്? അക്കരെ നിന്നൊരു പൂന്തോണി അതിലിക്കരയെത്തിയതാരാണ്? കുഞ്ഞോളങ്ങൾ വന്നു നിലച്ചത് പുഞ്ചിരി കാട്ടിക്കൊണ്ടാണ്. കുഞ്ഞോളങ്ങൾ വന്നു നിലച്ചത് പുഞ്ചിരി കാട്ടിക്കൊണ്ടാണ്. അക്കരെ നിന്നൊരു പൂന്തോണി അതിലിക്കരയെത്തിയതാരാണ്? അക്കരെ നിന്നൊരു പൂന്തോണി അതിലിക്കരയെത്തിയതാരാണ്? മിന്നിമിനുങ്ങണ കുഞ്ഞിളം കാറ്റിനെ തൊട്ടു തലോടിയതാരാണ്? മിന്നിമിനുങ്ങണ കുഞ്ഞി
കുഞ്ഞിളം കാറ്റിനെ തൊട്ടു തലോടിയതാരാണ് ആടിയുലഞ്ഞൊരു പൂമരച്ചോട്ടിലെ ഇത്തിരി പോന്നൊരു പൂവാണ് ആടിയുലഞ്ഞൊരു പൂമരച്ചോട്ടിലെ ഇത്തിരി പോന്നൊരു പൂവാണ് അക്കരെ നിന്നൊരു പൂന്തോണി അതിലിക്കരയെത്തിയതാരാണ് അക്കരെ നിന്നൊരു പൂന്തോണി അതിലിക്കരയെത്തിയതാരാണ് കുഞ്ഞോളങ്ങൾ വന്നു നിലച്ചത് പുഞ്ചിരി കാട്ടിക്കൊണ്ടാണ് അക്കരെ നിന്നൊരു പൂന്തോണി അതിലിക്കരയെത്തിയതാരാണ്. ഹലോ. അളിയാ നീ കണ്ട? ഇല്ല, എത്തിയിട്ടില്ല. എന്നാ കണ്ടിട്ട് വിളിക്ക്. ആ ശരി. ഹായ്. ഹലോ. പെണ്ണ് കാണാൻ ടെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരുപാട് പെണ്ണ് കണ്ട എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല ഇല്ല, എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ യൂട്യൂബൊക്കെ തുറന്നാൽ മൊത്തം പെണ്ണാണല്ലോ. ഓ അങ്ങനെ. എന്തു പറ്റി? ഒന്നുമില്ല. ഇല്ല, എന്താണേലും പറഞ്ഞോ. അതായത് പറയടോ. അനു, അത് ഒന്നും തോന്നരുത്. എനിക്കൊരു നാടൻ പെൺകുട്ടി വേണമെന്നായിരുന്നു. ഓ, ഈ ഡ്രസ്സിംഗ് ആണോ ഉദ്ദേശിച്ചത്? അതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയതും ഒരു മോഡേൺ ചിന്തയുള്ള ഒരാളായിരുന്നു. പിന്നെ ബാംഗ്ലൂരിലാണ് ടെക്കിയാണെന്നൊക്കെ അമ്മ പറഞ്ഞുകൊണ്ട് ഞാനും ഇങ്ങോട്ട് വന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഒരു പക്ഷേ ഇന്ന് ഞാൻ സാരി കൊടുത്താണ് വന്നിരുന്നെങ്കിൽ തനിക്കെന്നെ ഇഷ്ടാവില്ലായിരുന്നോ? പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഇഷ്ടം പോവോ? അങ്ങനെ ഞാനിതുവരെ ആലോചിച്ചിട്ടില്ല ശരിക്കും. പിന്നെ നമ്മളൊരാളെ സ്നേഹിച്ചാൽ പിന്നെ എങ്ങനെ വിട്ടാളാൻ പറ്റുന്നേ? ഓ, അപ്പോൾ ഒരാളെ സ്നേഹിച്ചാൽ അവരുടെ വേഷവും മുടിയും ഒന്നും പ്രശ്നമല്ല അല്ലേ? പക്ഷെ സ്നേഹിക്കണമെങ്കിൽ ഇതൊക്കെ വേണം. അതെന്തായിരിക്കും അങ്ങനെ? അപ്പൊ ശരി, കണ്ടതിൽ സന്തോഷം. ബൈ. ബൈ. പിന്നെ നമ്മളൊരാളെ സ്നേഹിച്ചാൽ പിന്നെ എങ്ങനെ വിട്ടാളാൻ പറ്റുന്നേ? പക്ഷെ സ്നേഹിക്കണമെങ്കിൽ ഇതൊക്കെ വേണം. അതെന്തായിരിക്കും അങ്ങനെ? എന്നിട്ടോ? എന്നിട്ട് ശരിയാണല്ലേ. ഞാൻ ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് കാവ്യമാധവന്റെ പോലെ ഒരു പെണ്ണ് വേണമെന്നായിരുന്നു. എന്നിട്ട് എന്താടാ? ആഗ്രഹിച്ചത് കിട്ടാണ്ടപ്പോൾ കിട്ടിയത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ എനിക്കിപ്പോൾ അവളെ കാണാണ്ട് ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റണടാ. അത്രയ്ക്ക് ഇഷ്ടമായി. എന്നിട്ട് ഞാൻ അവളോടൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. എന്ത്? അനു